നമസ്കാരം. ഒരു വൈകിട്ട് ഒരു 5 മണി ആയില്ല, ഒരു 4 മണി അടുത്ത് 4:30 കഴിഞ്ഞു. 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് വീട്. അപ്പോൾ ഒരു ശബ്ദം കേട്ട് നമ്മൾ ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു കാർ ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. അപ്പം നമ്മളെല്ലാം ഒന്ന് നോക്കിയപ്പം ഒരു 40-50 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി നല്ല മദ്യലഹരിയിലായിരുന്നു. പുള്ളി കൊച്ചുകുരുക്കണം ഭാഗത്തുനിന്ന് നെട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇവിടെ വെച്ച് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ ഒരു ബോർഡും അതുപോലെ തന്നെ ഒരു മതിലൊക്കെ ഉണ്ട്. ആ മതിലൊക്കെ ഇടിച്ച് കയറി വണ്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. അപ്പം തന്നെ നമ്മൾ പുള്ളിക്ക് പരിക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുള്ളിയെ പിടിച്ചിറക്കി നിർത്തിയപ്പോഴത്തേക്ക് പുള്ളിക്ക് നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. പുള്ളി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ വണ്ടി പൊക്കിയെടുത്ത് റോഡിലേക്ക് വെക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്നേരത്തേക്ക് പുള്ളി നമുക്ക് നേരെയും വളരെ ആക്രോശിച്ച് വളരെ ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ വിളിച്ചു. അന്നേരം തന്നെ നമ്മൾ ആ കാര്യം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയും അങ്ങനെ ഏരു പോലീസ് സ്ഥലത്തെത്തി പുള്ളിയോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി ഈ പോലീസുകാരോടും വളരെ മോശമായിട്ട് പെരുമാറി. പുള്ളി തഴുത്തല സ്കൂളിലെ അധ്യാപകനായെന്ന് പറഞ്ഞിരുന്നത്. ഒരു 6-7 വർഷം മുന്നേ നെട്ടയം ഹൈസ്കൂളിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അവസാനം ഏരു പോലീസ് ഈ പ്രതിയെ ഈ അധ്യാപകനെ പിടിച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. വിഷുദിനമായിട്ട് വാഹനം ഓടിച്ചിരുന്ന ആള് വിഷുദിനമായിട്ട് നല്ലൊരു ദിവസമായിട്ട് ഒരു അധ്യാപകൻ ഇങ്ങനെ മദ്യപിച്ച് നാടിനും എല്ലാവർക്കും മാതൃകയാവേണ്ട ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടൊരു നാട് മുഴുവൻ ലഹരിയുടെ മറ്റ് ഇതിനെ പറ്റിയുള്ള നാട്ടിൽ എല്ലാ സർക്കാരായാലും മറ്റ് സംവിധാനങ്ങളായാലും ലഹരിക്കെതിരെയുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു പ്രതികരണം ഉണ്ടാവുകയും വളരെ മോശം പ്രതികരണം ഉണ്ടായത്. പുള്ളി എല്ലായിടത്തും ചീത്ത വിളിക്കുന്നതിനുമായിട്ട് വളരെ മോശമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ പോലീസിന് കൈമാറി ശാങ്കുമാർ എന്ന മറ്റാണ് പുള്ളിയുടെ. നിങ്ങൾ തന്നെയാണ് പോലീസിനെ വിളിച്ചത്? നമ്മൾ പോലീസിനെ വിളിച്ച് ഇങ്ങനെ പുള്ളി ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഫോർത്ത് തന്നെ എടുത്തത്.